കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. ഒന്നാം ബ്ലോക്കിലെ തടവുകാരൻ ഫോൺ ഉപയോഗിക്കുമ്പോഴാണ് കൈയോടെ പിടികൂടിയത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 6 മൊബൈൽ ഫോൺസാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ അവിടെ ഒരു മൊബൈൽ ഷോപ്പ് അങ്ങ് തുടങ്ങിയാലോ? SK, ഗുഡ് മോർണിംഗ്. അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. എല്ലാ ദിവസവും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മൊബൈൽ ഫോണുകൾ, അതോടൊപ്പം തന്നെ ലഹരി മരുന്നുകളൊക്കെ പിടികൂടുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് ഒടുവിൽ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ കൂടി 1-ാം ബ്ലോക്കിലെ സെല്ലിൽ നിന്നും പിടികൂടിയിട്ടുള്ളത്. ആ 1-ാം ബ്ലോക്കിലെ തടവുകാരനായിട്ടുള്ള സുജിത്തിൻ്റെ കയ്യിൽ നിന്ന് അയാൾ ഉപയോഗിക്കുന്നതിനിടെയാണ് ഈ മൊബൈൽ ഫോണുകൾ ജയിൽ വാർഡന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ട് അങ്ങനെ പിടികൂടിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അയാൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജയിലിനകത്ത് നിന്ന് ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പിടികൂടിയത്. അതിനുശേഷം പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 ആഴ്ചക്കിടെ 6 മൊബൈൽ ഫോണുകളാണ് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പിടികൂടിയത്. ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം ജയിലിൽ ഈ പരിശോധനകൾ കർശനമാക്കിയിരുന്നു. ദിവസേനയിൽ ഈ റൊട്ടീൻ പരിശോധനകളൊക്കെ കർശനമാക്കിയിരുന്നു. സെല്ലിനകത്തുള്ള പരിശോധനയും ശക്തമാക്കിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പല സാധനങ്ങളും എന്തായാലും പിടികൂടുന്നത്. പക്ഷേ ഇനിയും ഇത്തരത്തിലുള്ള മൊബൈൽ ഫോണുകളും ലഹരി മരുന്നുകളൊക്കെ ഈ സെൻട്രൽ ജയിലിൻ്റെ പല ഭാഗങ്ങളായി ഒളിപ്പിച്ച് നിലയിൽ ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരം സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നിരുന്നു. പുറത്തു നിന്നും അതിന് മുകളിലൂടെ ഈ മൊബൈൽ ഫോണുകളും ലഹരി മരുന്നുകളൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന അത്തരം സംഘങ്ങൾ പുറത്ത് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇതിനെയൊക്കെ പൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ അന്വേഷണവും നടപടികളും പോലീസ് നടത്തുന്നുണ്ട് എന്നതാണ് പറയുന്നത്. അതിനിടെയാണ് വീണ്ടും ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ 1-ാം ബ്ലോക്കിൽ നിന്നും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനിടെ തന്നെ പിടികൂടിയിട്ടുള്ളത്. SK. താങ്ക് യു അരുൺ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.